ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബേസിൽ ജോസഫിൻ്റെ ഷെഫായിട്ടുള്ള അശ്വിൻ വൈറലാക്കിയ പ്രോൺസ് നിർവാണയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായി ഇവിടെ കുറച്ച് പ്രോൺസ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കണം. ഈ മസാലയിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മല്ലിയിലയും കറിവേപ്പിലയുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ മസാല തയ്യാറാക്കാനായിട്ട് ഇത് രണ്ടും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം കുരുമുളക്, 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ആയിട്ടും ചേർത്ത് കൊടുക്കാം, അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കത്തില്ല, വിനിഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനിഗർ ചേർത്താണ് അരച്ചെടുക്കേണ്ടത്. വിനിഗർ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടിപ്പോകാൻ പാടില്ല. ഇനി ഇതെല്ലാം ഇതേപോലെ നല്ല രീതിയിൽ അരച്ചെടുക്കുക. അതായത് ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് വേണം കിട്ടാനായിട്ട്. ഒരുപാട് ലൂസായി പോവുകയും പാടില്ല. ഇനി ഇത് പ്രോൺസിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് നേരം ഇതിൽ പ്രോൺസിലൊക്കെ ഒന്ന് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു പാനിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ പ്രോൺസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ മറ്റേ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് 2 സൈഡും കുക്കാക്കി എടുക്കണം. പിന്നെ പ്രോൺസ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഒരുപാട് സമയം നമ്മൾ പ്രോൺസ് ഇതേപോലെ വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങ് ഭയങ്കര റബ്ബറി ആയി പോകും. 2 സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കാൻ ഏകദേശം ഒരു 5 മിനിറ്റ്, 4-5 മിനിറ്റ് അത്രയും മതിയാകും. 2 സൈഡും വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് കട്ടിയുള്ള തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ആ പച്ച മസാലയില്ലേ, നമ്മൾ നേരത്തെ തേച്ച് വെച്ചിരുന്ന ആ പ്രോൺസിൻ്റെ മസാലയെല്ലാം നമ്മൾ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് തേങ്ങാപ്പാലും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോൺസ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ചുകൂടി പാൽ അളവിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. പിന്നെ ഏറ്റവും അവസാനമായിട്ടുള്ളൊരു ടിപ്പായിട്ട് പൊടിക്കൈയായിട്ട് ഇതിലേക്ക് 1 നുള്ള് പഞ്ചസാര, ഒരുപാട് കൂടി പോരുത്, 1 നുള്ള് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ, അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ. അതുകൂടി ചേർത്ത് ഒന്ന് ചൂടായി ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോൺസ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് തോന്നിയത് ഒരല്പം വളരെ കുറച്ച് വിനിഗർ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനിഗർ നിങ്ങളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, കൂടിപ്പോകാതിരിക്കാനായിട്ട്. കാരണം നമ്മൾ അരച്ചെടുക്കുമ്പോൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, വിനിഗർ ചേർത്താണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് വിനിഗർ ഒരുപാട് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ പ്രോൺസ് നിർവാണ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക. അതോടൊപ്പം തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്